സാറേ, ലെബനന് പുതിയ ഭരണാധികാരി വരികയാണോ? അല്ല, ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് വന്നു. ആണല്ലേ? ജോസഫ് ആവുൻ, ആ. പട്ടാള മേധാവി. ആ, അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അതെ. പുതിയ പ്രധാനമന്ത്രിയായി ഇപ്പോൾ. പുതിയ പ്രധാനമന്ത്രി. പുതിയ പ്രധാനമന്ത്രി ഈ നജീബ് മിക്കാട്ടി ആയിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 2 കൊല്ലം പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. പഴയ പ്രസിഡന്റിന്റെ കാലാവധി തീർന്നിട്ട് ഈ നജീബ് മറ്റേ ഹിസ്ബുള്ള എല്ലാ എംപിമാരെയും ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഹിസ്ബുള്ളക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ പ്രസിഡന്റൊക്കെ ആക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പൊ ഹിസ്ബുള്ളയുടെ നടുവൊടിഞ്ഞല്ലോ. അതുകൊണ്ട് പുതിയ പ്രസിഡന്റ് വന്നു അവിടെ കഴിഞ്ഞ ആഴ്ച. ജോസഫ് ഔൻ, പട്ടാള മേധാവിയായിരുന്ന ആള്. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം മറ്റുള്ളവരും ഒക്കെ ആയിട്ട് കൂടിയാലോചിച്ചിട്ട് ഒരു പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുന്ന പരിപാടിയുണ്ട്. മറ്റുള്ളവർക്ക് മത്സരിക്കാം. അപ്പോൾ ആ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ നവാഫ് സലാം പ്രധാനമന്ത്രി ആയി. അദ്ദേഹം രാജ്യാന്തര കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. ഇസ്രായേൽ വിരുദ്ധനുമൊക്കെയാണ്. അപ്പോൾ ഈ 2 വർഷം പ്രസിഡന്റ് ഇല്ലാതെ പോയപ്പോൾ ഈ നജീബ് മിക്കാട്ടി പ്രധാനമന്ത്രിയായിരുന്ന ആള്, അയാളായിരുന്നു ബലത്തിൽ എല്ലാ ഭരണാധികാരി ലെബനന്റെ എന്ന് പറയാം. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടപ്പെട്ട ആളുമായിരുന്നു. ഇപ്പം അയാൾക്ക് മാറേണ്ടി വരികയാണ്. അയാൾക്കും ഈ മറ്റേ സ്ഥാനമോഹം ഉണ്ടായിരുന്നു. പക്ഷെ അയാളെ ആരും പരിഗണിച്ചില്ല. അയാളും മത്സര രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഈ അവിടുത്തെ ഭരണഘടനയിൽ പ്രസിഡന്റ് മാരോണൈറ്റ് ക്രിസ്ത്യൻ ആയിരിക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആകുന്ന ആള് സുന്നി മുസ്ലിം ആയിരിക്കണം എന്നും അവിടെ ഭരണഘടന ഒരു കീഴ്വഴക്കമുണ്ട്. അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ജോസഫ് ഔൻ പ്രസിഡന്റ് മാരോണൈറ്റ് ക്രിസ്ത്യനാണ്. മുമ്പത്തെ പ്രസിഡന്റും എങ്ങനെയായിരുന്നു, മൈക്കിൾ ഔൻ ആയിരുന്നു മുമ്പ് പ്രസിഡന്റ്. അപ്പോൾ അതങ്ങനെ വന്നു. വേറെ ആളുകൾ മറ്റേ മത്സര രംഗത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അത്രയും സ്റ്റേച്ചറുള്ള ഈ അക്കാഡമിക് രംഗത്തും ജുഡീഷ്യൽ രംഗത്തും ഒക്കെ മികവുള്ള ആളുകളൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇതുപോലൊരാളാണ് ലെബനനെ സംബന്ധിച്ച് വേണ്ടത്, ഇസ്രായേലിനെ സംബന്ധിച്ചല്ല. അപ്പോൾ അവിടെ MP ആയിരുന്ന ഫുവാദ് മക്സൂമി ശക്തനായിട്ടൊരു എതിരാളിയായിട്ട് മത്സര രംഗത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ നവാഫ് സലാമിന് വേണ്ടി പിന്മാറുകയാണ് ചെയ്തത്. അദ്ദേഹം ആകട്ടെ ഇപ്പം എല്ലാവരും കൂടി തർക്കിച്ച് നമ്മൾ വഷളാക്കണ്ട എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് ചെയ്തത്. പിന്നെ ഈ മിക്കാട്ടി ആണ് രംഗത്തുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി പൊതുവെ നവാഫ് സലാമിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയാണ്. ഇന്നലെ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ ഇത് സംബന്ധിച്ച കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം നയതന്ത്രജ്ഞനാണ്. UN ലെബനൻ്റെ പ്രതിനിധിയായിരുന്നു നവാഫ് സലാം. അപ്പം നല്ല അനുഭവ സമ്പത്തുണ്ട്. ജഡ്ജിയായിരുന്നു, രാജ്യാന്തര കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പിന്നെ ഒരു MP ഒസാമ സാദ് സലാമിൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. വേറൊരു MP എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ പാർട്ടികളുണ്ട്. ഓരോരോ പാർട്ടിയുടെ ആളുകളാണ്. ഇഷ്ടംപോലെ പാർട്ടികളുണ്ട്. അവർക്കൊക്കെ 10, 14, 15 MPമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാബ്ദ കൊട്ടാരം, അതാണ് പ്രസിഡന്റിൻ്റെ വസതി. ആ കൊട്ടാരത്തിൽ ഇന്നലെ കൂടിയാലോചനകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒസാമ സാദ് ഒരു പാർട്ടിയുടെ ലീഡറാണ്. ഈ സലാമിനെ അതായത് വിവിധ പാർട്ടികൾ ഈ നവാഫ് സലാമിനെ പിന്തുണച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയാവുകയാണ് ചെയ്തത്. ഇബ്രാഹിം നെംനെ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹവും സലാമിന് വേണ്ടി പിന്മാറി. അപ്പം സലാം ഒരു സമവായ സ്ഥാനാർത്ഥിയായിട്ട് പൊന്തി വരികയാണ് ചെയ്തത്. ഈ നവാഫ് സലാം പുതിയ പ്രധാനമന്ത്രി 1953 ബെയ്റൂത്തിൽ ആണ് ജനിച്ചത്. ഫ്രാൻസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. ബെയ്റൂത്ത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും അധ്യാപകനായിരുന്നു, അഭിഭാഷകനായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ 2007 മുതൽ 10 കൊല്ലം 2017 വരെ ലെബനൻ്റെ സ്ഥാനപതിയായിരുന്നു. 2024 ഫെബ്രുവരിയിൽ, ഈ കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ, കാലാവധി തീർന്നില്ല, ഫെബ്രുവരിയിൽ രാജ്യാന്തര കോടതിയുടെ അധ്യക്ഷനായി. ഇദ്ദേഹം രാജ്യാന്തര കോടതി അധ്യക്ഷനായിരിക്കുമ്പോഴാണ് നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റും ഒക്കെ വരുന്നത്. 3 വർഷം കാലാവധി ഉണ്ട്. ഇപ്പോൾ 1 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോഴാണ്
ആ സ്ഥാനത്ത് നിന്ന് ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ വിരുദ്ധനാണ്. ഐക്യരാഷ്ട്രസഭയിലും ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുകൾ എടുത്തിരുന്ന ആളാണ്. മറ്റേ പാർലമെൻറ്റിൽ ഈ ഇന്നലെ കൂടിയാലോചനകൾക്ക് ശേഷം ഇന്ന് ഈ പാർലമെൻറ്റിൽ വോട്ടെടുപ്പ് നടന്നു. അങ്ങനെയാണ് പ്രധാനമന്ത്രി തീരുമാനിക്കുന്നത്. പാർലമെന്റിലെ വോട്ടെടുപ്പ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന അങ്ങനെയാണ്. പ്രസിഡന്റിന് ആദ്യം 2 റൗണ്ട് വോട്ടെടുപ്പാണ്. ആദ്യത്തെ റൗണ്ടിൽ 3/2 വോട്ട് കിട്ടണം. അത് കിട്ടിയില്ല എങ്കിലാണ് 2ാം റൗണ്ട് വരിക. 2ാം റൗണ്ടിൽ കേവല ഭൂരിപക്ഷം മതി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. പിന്നെ ഈ പിന്മാറിയ മക്സൂമി പറഞ്ഞത് ലെബനന് തീവ്രമായ മാറ്റമാണ് വേണ്ടത്. ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയ മക്സൂമി പറഞ്ഞത് ലെബനൻ ഇപ്പോൾ തീവ്രമായ മാറ്റമാണ് വേണ്ടത്. ഒരുപാട് പേര് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് അലമ്പുണ്ടാക്കിയാൽ അത് ലെബനനാണ് നഷ്ടം. നമുക്ക് പരിഷ്കരണങ്ങളാണ് ഇനി വേണ്ടത്. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുല്ലക്കെതിരാണ് ഇദ്ദേഹം, ഈ നവാബ് സലാം. പൊതുവെ അദ്ദേഹത്തിനെ അനുകൂലിച്ചവരുമൊക്കെ ഹിസ്ബുല്ലക്കെതിരാണ്. ഹിസ്ബുല്ലക്കെതിരായ വികാരമാണിപ്പോൾ അവിടെ പൊതുവെ ഉള്ളത് എന്ന് വേണം കരുതാൻ. പിന്നെ ക്രിസ്ത്യൻ പാർട്ടികളും, ഇദ്ദേഹം സുന്നി മുസ്ലിമാണ്, പക്ഷെ ക്രിസ്ത്യൻ പാർട്ടികളും അനുകൂലിച്ചു. ക്രിസ്ത്യൻ സ്ട്രോങ് റിപ്പബ്ലിക് ബ്ലോക്ക് 19 സീറ്റ് ഉണ്ട് അവർക്ക്, അവരും അനുകൂലിച്ചു. പിന്നെ ക്രിസ്ത്യൻ കത്തേബ് 4 സീറ്റ് ഉണ്ട് അവർക്ക്, MP-മാർ, അവരും പിന്തുണച്ചു. റിന്യൂവൽ ഓർ താജ്ദീദ് ഗ്രൂപ്പ് അവരും പിന്തുണച്ചു. ദ ഫോഴ്സ് ഓഫ് ചേഞ്ച് ഗ്രൂപ്പ് അവർ സ്വതന്ത്രര് ഒക്കെ പിന്തുണച്ചു. 14 MP-മാരുള്ള സ്ട്രോങ് ലെബനൻ ബ്ലോക്ക് അവരും പിന്തുണച്ചു. പിന്നെ ഡ്രൂസ് ഡെമോക്രാറ്റിക് ഗാദറിംഗ് പാർട്ടി, ഡ്രൂസുകൾ, അവരും പിന്തുണച്ചു. അപ്പോൾ ഇറാനും സിറിയയ്ക്കും സ്വാധീനമില്ലാത്തൊരു ലെബനൻ കെട്ടിപ്പടുക്കുക, അതാണിപ്പോൾ ഇവരുടെ ആഗ്രഹം. ഇറാനും സിറിയയ്ക്കും. അസദ് ഉള്ളത് കൊണ്ട് സിറിയയ്ക്ക് വലിയ അലമ്പുണ്ടാക്കാൻ പറ്റില്ല. അസദ് മറ്റേ അധിനിവേശം നടത്തിയിരുന്ന ആളാണല്ലോ ലെബനനിൽ. 1976 മുതൽ 2005 വരെ സിറിയ അസദിൻ്റെ കാലത്ത് ലെബനനിൽ അധിനിവേശം നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ യുദ്ധങ്ങളും ഒക്കെ പുറപ്പെട്ടത്. ഒരുപാട് ഉന്മൂലനങ്ങൾ അസദിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട് ലെബനനിൽ. പിന്നെ മിക്കാത്തിക്കൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹിസ്ബുല്ല ഉണ്ടായിരുന്നു, അയാളെ തള്ളിക്കളയുകയും ചെയ്തു ഈ നവാബ് സലാം വരുന്നതോടുകൂടി. 2005, 2011, 2021 3 ഊഴം ഈ മിക്കാട്ടിക്ക് അവിടെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഈ ലെബനിൽ ഇപ്പം നേരത്തെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഞങ്ങളൊരു ലെബനീസ് സർക്കാരിനെ അവിടെ അവരോധിക്കും, മറ്റ് ഹിസ്ബുള്ളയുടെ ഒന്നും ഒരു നിയന്ത്രണം ഇല്ലാതെ എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, ഇനി ഒരു തീവ്രവാദ സംഘടനകളൊക്കെ ഉയർന്നു വരാതെ നിയന്ത്രിക്കാൻ പറ്റുമോ ഇവർക്ക് പുതിയ സർക്കാർ? ഏതാണ്ട് അങ്ങനെ വരും. കാരണം ഹിസ്ബുള്ളയുടെ ഒക്കെ മറ്റേ തലയും കാലും ഒക്കെ പോയി കഴിഞ്ഞല്ലോ. ഇതിൽ പ്രധാനമായിട്ടും അമേരിക്കയും സൗദി അറേബ്യയും ഫ്രാൻസും. ഈ ഓട്ടോമൻ സാമ്രാജ്യം വിഭജിക്കുമ്പോൾ ഫ്രാൻസിന്റെ ഇരുന്ന പ്രദേശമാണ് ലെബനൻ. അപ്പോൾ ഇപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവരുടെ പ്രതിനിധി, ഫ്രാൻസിന്റെ ഒരു പ്രതിനിധി വന്നിരുന്നു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻവോയ് അതിന് തൊട്ട് മുമ്പ് വന്നിരുന്നു. സൗദി അറേബ്യയുടെ പ്രതിനിധിയും വന്നിരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നിട്ടാണ് ഈ ജോസഫ് ഔനിനെ ഒരു സമവായ മറ്റേ പ്രസിഡന്റായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ശരിക്കും സ്വാധീനം എന്ന് പറയാവുന്നത് സൗദി അറേബ്യയ്ക്കും അമേരിക്കയ്ക്കുമാണ് ഇപ്പോൾ നിലവിൽ. ഈ ലെബനൻ പൊളിറ്റിക്സിൽ ഈ പ്രസിഡന്റിനെ സൃഷ്ടിച്ചത് അമേരിക്കയും സൗദി അറേബ്യയും കൂടിയിട്ടാണ്. അപ്പോൾ മറ്റേ ഇസ്രയേൽ അനുകൂല സർക്കാരും കൂടിയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം അമേരിക്ക ഉണ്ടല്ലോ. സാർ, ഈ ഇസ്രായേൽ അനുകൂലമായി പറയുമ്പോൾ ഇസ്രായേലും ഈ ലെബനീസ് സർക്കാരും തമ്മിൽ ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നല്ലോ ഹിസ്ബുള്ളയുടെ. അത് ഈ ജനുവരി അവസാനത്തോടെ തീരുക. 20-ാം തീയതി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരിക. അപ്പോൾ ഈ അമേരിക്കയുടെ ഇടപെടലോടെ പുതിയ പ്രസിഡന്റ് വരുന്നു, ഇവരുടെ വെടിനിർത്തൽ, ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്താൽ അവരുടെ കയ്യിലൊരു പാവ സർക്കാരായിട്ട് ഈ ലെബനീസ് സർക്കാർ മാറുന്നു എന്നുള്ള ഇസ്രായേലും അമേരിക്കയും വിചാരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ സംസാരിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ നവാബ് സലാമിന്റെ ഒരു പ്രശ്നം, അയാൾ ഇസ്രായേൽ വിരുദ്ധനാണ്.
അതാ അപ്പൊ അവരുടെ കാരണം എന്താന്ന് വെച്ചാൽ പ്രസിഡന്റ് മാരണൈറ്റ് ക്രിസ്ത്യൻ ജോസഫ് ഫൗൽ ആ പട്ടാള മേധാവിയായിരുന്നത്. ആ ഈ പട്ടാള മേധാവിയാകുന്ന ആളും മാരണൈറ്റ് ക്രിസ്ത്യൻ ആയിരിക്കും. അവിടെ കീഴ്വഴക്കം അങ്ങനെയാണ്. അങ്ങനെ പുതിയൊരു പട്ടാള മേധാവി വരുമല്ലോ. ആ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കരടായിട്ട് ഈ നവാബ് സലാം ആ നിൽക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം സുന്നി മുസ്ലിം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇസ്രായേൽ വിരുദ്ധനാണ്. ആ ഇവിടുത്തെ സുന്നികളെ പോലെയൊക്കെ തന്നെ ആ വിരുദ്ധനാണ്. പ്രസിഡന്റാണ് ഭരിക്കുക അവിടെ. ആ അദ്ദേഹം ചിലപ്പോൾ ഇസ്രായേലിന് അനുകൂലമായ നിലപാട് പ്രഷർ ഉണ്ടല്ലോ ആ അമേരിക്കയുടെ. ഇനി ഇത് പൊന്തി വരണമല്ലോ. അതെ, ആദ്യം ഒരു ചാരത്തിൽ നിന്ന് ഇനി ഉയർന്നു വരണം. അതെ. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ലെബനന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കും. ഇതാണ് പൊതുവെ. കാരണം ഈ ക്വാളിഫൈഡ് ആയ ഒരാളാണ്, മെറിറ്റ് ഉണ്ട്. നയതന്ത്ര പ്രതിനിധിയായിരുന്നു, ജഡ്ജിയായിരുന്നു. അപ്പം അത്യാവശ്യം നീതിബോധമൊക്കെ ഇനിയുള്ള കാലത്ത് ലെബനന് വേണ്ടി കാണിക്കുക. അതാണ് ലെബനൻ പൊതുവെ ഒരു മുമ്പ് ക്രിസ്ത്യൻ രാജ്യമായിരുന്ന സ്ഥലമാണ്. അവിടെ കുടിയേറിയിട്ട് മുസ്ലിം ഡെമോഗ്രഫി മാറ്റി എടുത്താണ്, ജനസംഖ്യയൊക്കെ മാറ്റിയെടുത്ത് പിന്നെ അങ്ങോട്ടും ആഭ്യന്തര സംഘർഷത്തിൽ പെടുകയായിരുന്നു ലെബനൻ. അതല്ലെങ്കിൽ ലെബനൻ നമുക്കൊക്കെ പരിചയമുള്ളൊരു സ്ഥലമൊക്കെ ആയിരുന്നു. കാരണം ഖലീൽ ജിബ്രാൻ കവി ഇവിടെ എല്ലാവരും വായിക്കുന്നതല്ലേ. പിന്നെ കമാൽ ജുംബ്ലാത്ത് അവിടെ പ്രതിരോധ മന്ത്രിയൊക്കെ ആയിരുന്ന ആള്. അദ്ദേഹം മറ്റേ ആത്മാനന്ദനെ കാണാനായിട്ട് തിരുവനന്തപുരത്തൊക്കെ വരുമായിരുന്നു. മാലക്കര ആശ്രമത്തിലെ ആത്മാനന്ദനെ, അദ്ദേഹത്തിൻ്റെ ഈ കമാൽ ജുംബ്ലാത്തിന്റെ ഗുരു ആത്മാനന്ദൻ ആയിരുന്നു. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് പത്രമൊക്കെ വായിക്കുമ്പോൾ ഈ മാലക്കര ആശ്രമത്തിനെ പറ്റിയും കമാൽ ജുംബ്ലാത്ത് വരുന്നതിനെ പറ്റിയൊക്കെ ലെബനൻ ഒക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ പ്രസിഡന്റ് എന്തായാലും മാരണൈറ്റ് ക്രിസ്ത്യനാണ്. അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. പട്ടാള മേധാവിയും ഇനി പുതുതായിട്ട് വരുന്ന ആളും മാരണൈറ്റ് ക്രിസ്ത്യനായിരിക്കും. അപ്പോൾ പ്രസിഡന്റ് ഇതിലേക്ക് ഭരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ലെബനന്റെ അവിടെ ഇനി ഈ പറയുന്ന ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകൾ വളരാനുള്ള സാധ്യത കുറവാണ്. ഹിസ്ബുള്ളയ്ക്ക് ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു ക്രിസ്ത്യൻ ഭരണമാണ് ലെബനനിൽ വന്നിരിക്കുന്നതെന്ന് കരുതാം. ഇദ്ദേഹം ഇടയ്ക്ക് ചാഞ്ചാടി കളിക്കുമെങ്കിലും വന്നിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ സൗദിയും ഈ ഭീകരരെയൊന്നും അനുകൂലിക്കുന്ന രാജ്യമല്ല. ഭീകരതയിലൊന്നും ഒരു താല്പര്യവും ഇല്ല. അപ്പം അതുകൊണ്ട് ഈ ഹിസ്ബുല്ല ഒന്നും ആ ഹിസ്ബുല്ലയ്ക്ക് സ്വാധീനം ഇല്ലാത്തൊരു ഭരണം. ഹിസ്ബുല്ലയെ ഈ നവാബ് സലാമിനും ഇഷ്ടമല്ല, അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നവർക്കും. അപ്പോൾ അവരും ഈ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിയിരിക്കുന്നത് ഹിസ്ബുല്ലയ്ക്ക് താല്പര്യമില്ലാത്ത മിക്കാട്ടി എടുത്ത് കളഞ്ഞിട്ടാണല്ലോ നവാബ് സലാം വരുന്നത്. അപ്പോൾ ഹിസ്ബുല്ലയ്ക്ക് ഒരു പങ്കുമില്ലാത്തൊരു ഭരണം ലെബനനിൽ ഉറപ്പായിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.